നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചു. 3 പേർക്ക് പരിക്ക്. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു ആണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് മകളുടെ ചികിത്സാർത്ഥമെത്തിയ അമ്മയ്ക്ക്. തലയോലപ്പറമ്പ് സ്വദേശി ഉമ്മൻകുന്ന് മേപ്പത്ത് കുന്നേൽ ഡി ബിന്ദു ആണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ സംഭവം തോർത്തുപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുമ്പോൾ മാതാവ് ജെസി മകളുടെ കൈ പിന്നിൽ പിടിച്ചുകൊടുത്തുവെന്ന് പോലീസിന് മൊഴി നൽകി. KSRTC ബസ് വിവരങ്ങൾ അറിയാനുള്ള ചലോ ആപ്പിന്റെ ട്രയൽ റൺ വിജയകരം. ബസ് വിവരങ്ങൾ ഇനി ചലോ ആപ്പിൽ അറിയാം. ആലപ്പുഴ തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിലെ ഹാനികരമായ കാർഗോ നീക്കം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടെന്ന ഹർജിയിൽ നിലപാടറിയിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനോട് ഹൈക്കോടതി. വിശദമായ വാർത്തകളിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചു. 3 പേർക്ക് പരിക്ക്. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു ആണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീ മരിച്ചു. 2 പേർക്ക് പരിക്ക് പറ്റി. അസ്ഥിരോഗ വിഭാഗം പ്രവർത്തിച്ചിരുന്ന 14-ാം വാർഡാണ് രാവിലെ 11 മണിയോടെ ഇടിഞ്ഞു വീണത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു മരിച്ചു. ചികിത്സയിൽ കഴിയുന്ന മകളെ പരിചരിക്കാൻ എത്തിയതായിരുന്നു ബിന്ദു. ഈ കെട്ടിടത്തിന്റെ സമീപത്തുണ്ടായിരുന്ന 2 പേർക്കാണ് പരിക്കേറ്റത്. കെട്ടിടം വലിയ ശബ്ദത്തോടെയാണ് ഇടിഞ്ഞു വീണതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടം നിലവിൽ ഉപയോഗത്തിലില്ലാത്തതാണെന്നാണ് വിവരം. 3 നിലകളായുള്ള ഈ കെട്ടിടത്തിൽ ഓർത്തോപീഡിക് സർജറി വിഭാഗമാണ് പ്രവർത്തിച്ചിരുന്നത്. ശുചിമുറിയും ഈ കെട്ടിടത്തിലായിരുന്നു. 10-11 വാർഡുകളും ഇതിനോട് ചേർന്നായിരുന്നു ഉണ്ടായിരുന്നത്. തകർന്ന കെട്ടിടത്തിലെ ശുചിമുറിയും സമീപ വാർഡുകളിൽ നിന്നുള്ളവർ ഉപയോഗിച്ചിരുന്നു. അപകട വിവരമറിഞ്ഞ മന്ത്രി VN വാസവൻ സ്ഥലത്തെത്തി. ഉപയോഗശൂന്യമായ കെട്ടിടമാണ് തകർന്നതെന്നും ഇവിടെ സാധന സാമഗ്രികളാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പുതിയ കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞതായും പഴയ കെട്ടിടത്തിന്റെ പരിസരത്ത് നിന്നവർക്കാണ് പരിക്കേറ്റതെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉപയോഗത്തിലില്ലായിരുന്ന കെട്ടിടമാണ് തകർന്നതെന്നും മറ്റു കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം പറയാമെന്നാണ് മന്ത്രി വാർത്താലേഖകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് മകളുടെ ചികിത്സാർത്ഥമെത്തിയ അമ്മയ്ക്ക്. തലയോലപ്പറമ്പ് ഉമ്മൻകുന്ന് മേപ്പത്ത് കുന്നേൽ ഡി ബിന്ദു ആണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് മകളുടെ ചികിത്സാർത്ഥമെത്തിയ അമ്മയ്ക്ക്. തലയോലപ്പറമ്പ് ഉമ്മൻകുന്ന് മേപ്പത്ത് കുന്നേൽ ഡി ബിന്ദു ആണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ബിന്ദുവിനെ 2.5 മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുത്തത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന നിഗമനത്തെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം വൈകിയത്. അതേസമയം അമ്മയെ കാണാനില്ലെന്ന മകൾ നവമി പരാതി ഉന്നയിച്ചതോടെ തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു. തുടർന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല. ന്യൂറോ സർജറിക്ക് വേണ്ടിയാണ് നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ചൊവ്വാഴ്ച അഡ്മിറ്റായി. രാവിലെ കുളിക്കുന്നതിന് വേണ്ടിയാണ് 14-ാം വാർഡിന്റെ 3-ാം നിലയിലേക്ക് ബിന്ദു എത്തിയതെന്നാണ് വിവരം. ഈ സമയത്താണ് കെട്ടിടം തകർന്നു വീണത്. നിർമ്മാണ തൊഴിലാളിയായ വിശ്രുതനാണ് ബിന്ദുവിന്റെ ഭർത്താവ്. മകൻ നവനീത് എറണാകുളത്ത് എഞ്ചിനീയറാണ്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 11-14 വാർഡുകൾ ഉണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന്റെ ശൗചാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത്. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം. എന്നാൽ അമ്മയെ കാണാനില്ലെന്ന ബിന്ദുവിന്റെ മകൾ പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത്. ടൈം ന്യൂസ് കോട്ടയം. ആലപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തോർത്തുപയോഗിച്ച കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തുമ്പോൾ മാതാവ് ജെസി മകളുടെ കൈ പിന്നിൽ പിടിച്ചുകൊടുത്തുവെന്ന് പോലീസിന് മൊഴി നൽകി. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൾ രാത്രിയിൽ പുറത്തു പോകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് അച്ഛൻ 28 വയസ്സുള്ള മകളെ കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 15-ാം വാർഡിൽ കുടിയാംശ്ശേരി വീട്ടിൽ ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവായ ജോസ്മോൻ എന്ന് വിളിക്കുന്ന ഫ്രാൻസിസിനെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ഭർത്താവുമായി പിണങ്ങി 6 മാസമായി സ്വന്തം വീട്ടിൽ താമസിക്കുകയായിരുന്നു ഏഞ്ചൽ. ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യയായി ജോലി ചെയ്യുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ സ്കൂട്ടറിൽ പുറത്തുപോയ ഏഞ്ചൽ രാത്രി 10:30ഓടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ഇതിനെ പിതാവ് ഫ്രാൻസിസ് ചോദ്യം ചെയ്തത് രൂക്ഷമായ വാക്കുതർക്കത്തിലും തുടർന്ന് കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. വാക്കുതർക്കം കയ്യാങ്കളിയിലെത്തിയപ്പോൾ ഫ്രാൻസിസ് മകളുടെ കഴുത്തിൽ പിടിക്കുകയും തുടർന്ന് തോർത്തുപയോഗിച്ച് മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ സമയം മാതാവ് ജെസി മകളുടെ കൈ പിന്നിൽ പിടിച്ചുകൊടുത്തുവെന്ന് പോലീസിന് മൊഴി നൽകി. പിതാവും മാതാവും ചേർന്നാണ് മകൾ ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.
കൊലപാതകത്തിനു ശേഷം ഫ്രാൻസിസും വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ജെസ്സി, പിതാവ് സേവിയർ, മാതാവ് സൂസി എന്നിവരും രാത്രി മുഴുവൻ മൃതദേഹത്തിനൊപ്പം വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഈ വിവരം ഫ്രാൻസിസ് ജെസ്സിയുടെ സഹോദരനെ അറിയിക്കുകയും തുടർന്ന് സഹോദരൻ അലോഷി ഓമനപ്പുഴയിലെ വീട്ടിലെത്തുകയും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 6 മണിയോടെ വീട്ടുകാരുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ മരണവിവരം അറിയുന്നത്. മകൾ വിളിച്ചിട്ട് ഉണരുന്നില്ലെന്നും എന്തു പറ്റിയെന്നറിയില്ലെന്നുമായിരുന്നു കുടുംബം അയൽക്കാരോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നത്. ആദ്യം ആത്മഹത്യയാണെന്ന് സംശയിച്ച പോലീസ് മൃതദേഹ പരിശോധനയിൽ കഴുത്തിലെ പാടുകൾ കണ്ടതോടെയാണ് കൊലപാതകമാണെന്ന നിഗമനത്തിലെത്തിയത്. തുടർന്ന് ഫ്രാൻസിസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു. സംഭവത്തിൽ ഫ്രാൻസിസിന്റെ ഭാര്യയെയും പ്രതി ചേർത്തിട്ടുണ്ട്. പകൽ ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തുമടക്കം കഠിനാധ്വാനം ചെയ്താണ് ഫ്രാൻസിസ് കുടുംബം പുലർത്തിയിരുന്നത്. ഏഞ്ചൽ രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാരിൽ ചിലർ ഫ്രാൻസിസിനോട് ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നതായും പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വ്യാഴാഴ്ച രാവിലെയോടെ വീട്ടിലെത്തിച്ചു. തുടർന്ന് ഓമനപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ അടക്കം ചെയ്തു. മനു എന്ന് വിളിക്കുന്ന പ്രഹിനാണ് ഏഞ്ചലിന്റെ ഭർത്താവ്. ടൈം ന്യൂസ്, ചേർത്തല. KSRTC ബസ് വിവരങ്ങൾ അറിയാനുള്ള ചലോ ആപ്പിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി. ബസ് വിവരങ്ങൾ ഇനി ചലോ ആപ്പിൽ അറിയാം. KSRTCയിൽ ഒരു പുതിയ പരിഷ്കാരം വരികയാണ്. KSRTCയുടെ സ്വന്തം KSRTC ചലോ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. KSRTCയുമായി ഉള്ള എല്ലാ അന്വേഷണങ്ങളും, ബസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബസ്സിന്റെ ടൈം, ബസ്സിന്റെ അവൈലബിലിറ്റി, സീറ്റിന്റെ അവൈലബിലിറ്റി, എല്ലാ കാര്യങ്ങളും, കേരളത്തിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളുടെയും ഡേറ്റ നിങ്ങൾ കാണാം. ഒരു എൻക്വയറി കൗണ്ടറിനെ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് കാർഡ്, KSRTC കാർഡ് ചാർജ് ചെയ്യാം. നിങ്ങൾക്ക് UPI വഴി ആ ആപ്പിലൂടെ തന്നെ വരുന്ന ബസ്സിൽ ടിക്കറ്റ് എടുക്കാം. ബസ്സിന്റെ സീറ്റിന്റെ അവൈലബിലിറ്റി, ബസ്സിന്റെ വരുന്ന ടൈം, നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ബസ് വരെയുള്ള ടൈം, എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്ന ഇന്ത്യൻ റെയിൽവേ ഇറക്കിയിരിക്കുന്ന ആപ്പ് പോലെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനവും. ഓരോ ബസ്സിന്റെയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സമീപ പ്രദേശത്ത് നമ്മൾ നിൽക്കുന്ന വണ്ടി എത്ര മിനിറ്റ് കൊണ്ട് എത്തും, അടുത്ത വണ്ടി എപ്പോഴും വരും, ഇതെല്ലാം കാണിക്കുന്ന KSRTC ചലോ ആപ്പാണ്. ഈ ആപ്പിന്റെ ഒരു ട്യൂട്ടോറിയലാണ് നിങ്ങളെ കാണിക്കുന്നത്. മലയാളത്തിൽ, ഇംഗ്ലീഷിലും ഉണ്ട്. അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് KSRTCയുടെ ഏറ്റവും ആധുനികമായ സേവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മലയാളത്തിലും ഇംഗ്ലീഷിലും അടക്കം 6 ഭാഷകളിൽ നമുക്ക് ലഭ്യമാണ്. KSRTC ബസ് വിവരങ്ങൾ അറിയാനുള്ള ചലോ ആപ്പിന്റെ ട്രയൽ റൺ വിജയകരം. ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങളാണ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുക. ബസ് സ്റ്റാൻഡിലോ സ്റ്റോപ്പിലോ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ് എവിടെ എത്തിയെന്നും എപ്പോൾ വരുമെന്നുമുള്ള വിവരം ആപ്പിലൂടെ കിട്ടും. ആദ്യമായാണ് ബസ്സിൽ ഈ സംവിധാനം വരുന്നത്. കൂടുതൽ അപ്ഡേഷൻ വരുന്നതോടെ ബസ്സിൽ ഒഴിവുള്ള സീറ്റിനെക്കുറിച്ചും വിവരം ലഭിക്കുമെന്നാണ് KSRTC പറയുന്നത്. നിലവിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ചലോ ആപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്ത് യാത്രക്കാർ ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സമയക്രമത്തിൽ വ്യത്യാസം വന്നേക്കാമെങ്കിലും വിവിധ റൂട്ടിലേക്കുള്ള ബസ്സുകളുടെ വിവരം കൃത്യമാണ്. ട്രാവൽ കാർഡുകൾ ആപ്പുമായി ബന്ധിപ്പിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനുമാകും. KSRTC ഡിപ്പോകളിൽ ലാൻഡ് ഫോൺ ഒഴിവാക്കി മൊബൈൽ ഫോണുകൾ പ്രവർത്തന സജ്ജമായി. ഇനി ബസ് സംബന്ധമായ വിവരങ്ങൾ മൊബൈൽ ഫോണിലൂടെയും ആപ്പിലൂടെയും ലഭ്യമാകും. ഡിപ്പോയിൽ വിവരങ്ങൾ നൽകുന്ന പ്രത്യേക കൗണ്ടറുകൾ ഭാവിയിൽ നിർത്തിയേക്കും. സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലൂടെ വിവരങ്ങൾ നൽകുമെന്നാണ് അധികൃതർ പറയുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിലെ ഹാനികരമായ കാർഗോ നീക്കം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടെന്ന ഹർജിയിൽ നിലപാടറിയിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനോട് ഹൈക്കോടതി. ആലപ്പുഴ തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിലെ ഹാനികരമായ കാർഗോ നീക്കം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടെന്ന ഹർജിയിൽ നിലപാടറിയിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനോട് ഹൈക്കോടതി. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ചാൾസ് ജോർജാണ് ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് വിശദീകരണം തേടിയത്. കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്യാൻ സർക്കാർ സമയം തേടി. കപ്പലിന്റെ ഉടമസ്ഥതയിലടക്കം വ്യക്തത വേണ്ടതിനാലാണിത്. വിഷയം ജൂലൈ 15 വീണ്ടും പരിഗണിക്കും. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ അടക്കമുള്ളവരുടെ ഹർജികളും കോടതിയുടെ പരിഗണനയിലുണ്ട്. രക്ഷാപ്രവർത്തനത്തിനടക്കം ചിലവായ തുക കപ്പൽ കമ്പനിയിൽ നിന്ന് ഈടാക്കുമെന്ന നിലപാടിലാണ് കോടതി. ഇക്കാര്യം പരിശോധിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം MSC എൽസ 3 കപ്പലിന്റെ ഉടമസ്ഥത തങ്ങൾക്കല്ലെന്നാണ് MSC കമ്പനി സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എൽസ 3 മാരിടൈം എന്ന ലൈബീരിയൻ കമ്പനിയിലാണ് കപ്പലിന്റെ രജിസ്റ്റേർഡ് ഉടമയെന്ന വിശദീകരണം. ഇവർ മൾട്ടി കണ്ടെയ്നർ മാനേജ്മെന്റ് എന്ന പാനമൻ കമ്പനിക്ക് വാടകയ്ക്ക് നൽകി. അവർ തങ്ങൾക്ക് വാടകയ്ക്ക് നൽകി. കപ്പലിലെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെന്നും പറയുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. റിപ്പീറ്റ്. ചാപ്പക്കടവ് പടിഞ്ഞാറ കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പള്ളിത്തോട് കുരിശിങ്കൽ അനീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 33 വയസ്സായിരുന്നു. മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചാപ്പക്കടവ് പടിഞ്ഞാറ കായലിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പള്ളിത്തോട് കുരിശിങ്കൽ അനീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 33 വയസ്സായിരുന്നു. അഴീക്കൽ പള്ളിയുടെ പടിഞ്ഞാറ് തീരത്താണ് മൃതദേഹം കണ്ടത്. ജൂലൈ 1 അനീഷ് ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച മത്സ്യബന്ധന വള്ളം കടലിൽ മറിഞ്ഞത്. ടൈം ന്യൂസ്, ചേർത്തല. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴി പോലീസിനെ വെട്ടിച്ചു കടന്ന ക്രിമിനൽ കേസുകളിലെ പ്രതി അറസ്റ്റിലായി.
കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും വഴി പോലീസിനെ വെട്ടിച്ചു കടന്ന ക്രിമിനൽ കേസുകളിലെ പ്രതി അറസ്റ്റിലായി. വടിവാൾ വിനീത് എന്നറിയപ്പെടുന്ന വിനീതിനെയാണ് അമ്പലപ്പുഴ ഡിവൈഎസ്പി KN രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘാംഗങ്ങൾ ബുധനാഴ്ച ആലുവ ബസ് സ്റ്റാൻഡിനടുത്ത് നിന്ന് സാഹസികമായി പിടികൂടിയത്. കഴിഞ്ഞ മാർച്ച് 25-നാണ് വിനീത് രക്ഷപ്പെട്ടത്. മാർച്ച് 13-ന് വടക്കാഞ്ചേരിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി അമ്പലപ്പുഴയിലെത്തിയ വിനീതിനെയും കൂട്ടാളികളായ രാഹുൽ രാജിനെയും അമ്പലപ്പുഴ ഇൻസ്പെക്ടർ എം പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരുന്നു. പിന്നീട് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കാനായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച സമയം പ്ലാറ്റ്ഫോമിൽ നിന്ന് തീവണ്ടിക്ക് മുന്നിലൂടെ ചാടി രക്ഷപ്പെട്ടു. രാഹുൽ രാജിനെ അന്ന് തന്നെ പോലീസ് പിടികൂടി. വിനീത് അവിടെ നിന്ന് മോഷ്ടിച്ച ബുള്ളറ്റുമായി അമ്പലപ്പുഴയിലെത്തിയെങ്കിലും പോലീസിന്റെ മുന്നിൽ നിന്ന് തലതാരയ്ക്ക് രക്ഷപ്പെട്ടു. കരുതൽ തടങ്കലിൽ അമ്പലപ്പുഴ സ്റ്റേഷനിലുള്ള പ്രതിയെ വടക്കാഞ്ചേരി പോലീസിന് കൈമാറും. SI സജികുമാർ, ASI ജലീൽ, സീനിയർ CPOമാരായ ബിജു, അഫ്സൽ, MK വിനിൽ, മിഥുൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ DYFI പ്രവർത്തകർ കുത്തിയതോട്ടിൽ മാർച്ച് നടത്തി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ DYFI പ്രവർത്തകർ കുത്തിയതോട്ടിൽ മാർച്ച് നടത്തി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ കുത്തിയതോട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ VA ഷെരീഫിനെ പോലീസ് പ്രതി ചേർത്തിരുന്നു. ഓരോ തൂണിന്റെയും അടുത്ത് ഇറക്കി വെച്ചിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ പ്രതികൾ പിടിയിലായിരുന്നു. കോടംതുരുത്ത് സ്വദേശികളായ ലിബിൻ, ഷൈജു, ബിനീഷ് എന്നിവരാണ് കുത്തിയതോട് പോലീസിന്റെ പിടിയിലായത്. ഇവർ കോൺഗ്രസ് അനുഭാവികളും പ്രാദേശിക നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരുമാണ്. ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് VA ഷെരീഫിന്റെ ഉടമസ്ഥതയിലുള്ള ചാവടിയിലെ ആക്രിക്കടയിലാണ് സാധനങ്ങൾ നൽകിയതെന്ന സൂചന ലഭിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ സാമഗ്രികൾ കണ്ടെടുത്തു. ആദ്യഘട്ടത്തിൽ ഷെരീഫിനെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പ്രതിഷേധവുമായി CPM പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. ഇതിനുശേഷമാണ് ഷെരീഫിനെ 4ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തത്. വിവരമറിഞ്ഞ ഉടനെ ഇയാൾ ഒളിവിൽ പോയി. പിടിയിലായ 3 പ്രതികൾ DYFI പ്രവർത്തകരാണെന്ന വ്യാജ പ്രചരണം കോൺഗ്രസ് നേതൃത്വം അഴിച്ചുവിട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചു കൂടിയായിരുന്നു കുത്തിയതോട് ടൗണിൽ DYFI അരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് VK സൂരജ് ഉദ്ഘാടനം ചെയ്തു. N നിഷാന്ത് അധ്യക്ഷനായി. ധനേഷ് ദാസ്, ഷൈൻ ചന്ദ്രൻ, അജേഷ് കൃഷ്ണൻ, CS അഖിൽ, നിസ്വിൻ ഇക്ബാൽ, അഖിൽ കൃഷ്ണ, അർജുൻ C എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 5 ശനിയാഴ്ച വൈകിട്ട് ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ 2025-26 പ്രവർത്തന വർഷത്തെ പ്രസിഡന്റായി റൊട്ടേറിയൻ ജോസഫ് കുര്യനെയും സെക്രട്ടറിയായി റൊട്ടേറിയൻ K ഷമ്മി ജോസഫിനെയും ട്രഷററായി റൊട്ടേറിയൻ നന്ദഗോപനെയും തിരഞ്ഞെടുത്തു. 2025 ജൂലൈ 5-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് ടൗൺ റോട്ടറി ഹാളിൽ വെച്ച് നടക്കുന്ന ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടേറിയൻ സുരേഷ് മാത്യു മുഖ്യാതിഥിയായിരിക്കും. സുപ്രസിദ്ധ സിനിമാ താരം ശ്രീ സാജൻ പള്ളുരുത്തി വിശേഷാതിഥിയാകുന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ അനിൽ വിൻസെന്റ്, മറ്റ് ക്ലബ്ബുകളിലെ നേതാക്കൾ, റോട്ടറി കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ വനിതാ ഗവർണറായി, അതും ചേർത്തലക്കാരിയായ റൊട്ടേറിയൻ ടീന ആൻ്റണി നയിക്കുന്ന റോട്ടറി ഡിസ്ട്രിക്ട് 3211 ചേർത്തല സോണിൻ്റെ ഭാഗമാണ് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്. 35ാമത് ഭരണസമിതി സമൂഹത്തിനു വേണ്ടി ഒട്ടനവധി പുതിയ പദ്ധതികളാണ് ഭാരവാഹിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. റോട്ടറി വർഷാരംഭമായ ജൂലൈ 1-ന് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് 50-ലധികം വിവിധ സാമൂഹിക പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം അരൂർ MLA ശ്രീമതി ഡെലിമ ജോജോ നിർവഹിച്ചു. കിടപ്പ് രോഗികൾക്ക് കട്ടിലും എയർ ബെഡുകളും ഭിന്നശേഷിക്കാരനായ ആൾക്ക് റിക്ലൈനിങ് വീൽ ചെയർ തുടങ്ങിയവ വിതരണം ചെയ്തു. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ 2025-26 പ്രവർത്തന വർഷത്തെ പ്രസിഡന്റായി റൊട്ടേറിയൻ ജോസഫ് കുര്യനെയും സെക്രട്ടറിയായി റൊട്ടേറിയൻ K ഷമ്മി ജോസഫിനെയും ട്രഷററായി റൊട്ടേറിയൻ നന്ദഗോപനെയും തിരഞ്ഞെടുത്തു. 2025 ജൂലൈ 5 ശനിയാഴ്ച വൈകിട്ട് ചേർത്തല റോട്ടറി ക്ലബിൽ വെച്ച് നടക്കുന്ന ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടേറിയൻ സുരേഷ് മാത്യു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സുപ്രസിദ്ധ സിനിമാ താരം സാജൻ പള്ളുരുത്തി വിശിഷ്ടാതിഥിയാവുന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ അനിൽ വിൻസെന്റ്, മറ്റ് ക്ലബ്ബുകളിലെ നേതാക്കൾ, റോട്ടറി കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്തെ വനിതാ ഗവർണർ റൊട്ടേറിയൻ ടീന ആന്റണി നയിക്കുന്ന റോട്ടറി ഡിസ്ട്രിക്ട് 3211 ചേർത്തല സോണിന്റെ ഭാഗമാണ് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ്. 35ാമത് ഭരണസമിതി സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒട്ടനവധി പുതിയ പദ്ധതികളുമായാണ്
ഭാരവാഹിത്വം ഏറ്റെടുക്കുന്നത്. റോട്ടറി വർഷാരംഭമായ ജൂലൈ 1 ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് 50ലധികം വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കി. പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം അരൂർ MLA ദിലിമ ജോജോ നിർവഹിച്ചു. കിടപ്പ് രോഗികൾക്ക് കട്ടിലുകളും എയർബെഡുകളും ഭിന്നശേഷിക്കാരായ ആൾക്ക് റിക്ലൈനിംഗ് വീൽചെയർ തുടങ്ങിയവ വിതരണം ചെയ്തു. ഡോക്ടേഴ്സ് ഡേ ആയ ജൂലൈ 1 ചേർത്തലയിലെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരെയും ആദരിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് പ്രൊജക്റ്റായ ഓപ്പോൾ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തോടൊപ്പം തൊഴിലും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുക, ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുക, ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ക്യാബിൻ നിർമ്മിക്കുക, സ്കൂളുകൾ വൃത്തിയുള്ള ശൗചാലയം, ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യത എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നിവയാണ് ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെന്നും ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള വള്ളംകളിക്ക് പവലിയന്റെ കാൽനാട്ടുകർമ്മം നടന്നു. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള വള്ളംകളി പവലിയന്റെ കാൽനാട്ട് കർമ്മം നടന്നു. ജൂലൈ 3 വ്യാഴാഴ്ച രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. എന്താ പറയുക, ഒരു ലഹരി എന്ന് പറയുന്നതാണ് വള്ളംകളി. നമ്മൾക്ക് ആലപ്പുഴ ജലോത്സവങ്ങളുടെ നാടാണ്. ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ജലോത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ജലോത്സവത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് നടത്തുന്ന ഈ ജലോത്സവത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് റേസ് കമ്മിറ്റി കൺവീനർ AV മുരളി അധ്യക്ഷത വഹിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മൻമഥൻ നായർ, TG ജലജകുമാരി, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, നെടുമുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു കടമാട്, കുട്ടനാട് തഹസിൽദാർ ഷിബു C ജോബ്, ജലോത്സവ സമിതി ഭാരവാഹികളായ KG അരുൺകുമാർ, അജിത് പിഷാരത്ത്, വർഗീസ് ജോസഫ് വല്യാക്കൻ, അഗസ്റ്റിൻ ജോസ്, നാരായണദാസ്, ബി ലാലി, ജോപ്പൻ ജോയി വാരിക്കാട്, ജോസഫ് ചാക്കോ, ടോം ജോസ്, വിൽസൺ ചമ്പക്കുളം, സുനിൽ ദാസ്, ബിജു സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. സെന്റ് മേരീസ് ഡെക്കറേഷൻ മോനിച്ചൻ അത്തിക്കളത്തിന്റെ നേതൃത്വത്തിലാണ് ജലോത്സവത്തിന് പവലിയൻ ഒരുക്കുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള PSC എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. CITU ദേശീയ കൗൺസിൽ അംഗവും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ KGOA ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനം CITU ദേശീയ കൗൺസിൽ അംഗവും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് യൂണിയനുകളാണ്, ഏതെങ്കിലും ഒരു യൂണിയൻ പോലെ ഒരു യൂണിയൻ മതിയില്ലാതെ ഒരൊറ്റ യൂണിയനാണെങ്കിൽ ഗുണം വെച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുത്തില്ല, പൊതുവായ എല്ലാവരുടെയും താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ യൂണിയന്റെ പ്രതിനിധികളോട് സംസാരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് അംഗീകരിപ്പിച്ചെടുക്കാൻ കഴിയും. മറ്റ് വ്യത്യസ്ത യൂണിയൻ ഉണ്ടെങ്കിൽ ഒരു യൂണിയനുടെ അഭിപ്രായം പറഞ്ഞു, മറ്റൊരു യൂണിയൻ വേറെ അഭിപ്രായം പറഞ്ഞു, പിന്നെ യൂണിയനുടെ അഭിപ്രായം ഏകീകരിക്കാൻ വേണ്ടി പിന്നെ അത് വേറെ ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തു. യൂണിയൻ അഭിപ്രായം ഏകീകരിക്കാൻ വേണ്ടി യൂണിയന്റെ കമ്മിറ്റി കൂടുമ്പോഴത്തേക്ക് വ്യത്യസ്ത അഭിപ്രായം പിന്നെയും വരും. അങ്ങനെ മാറി 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 പോകും, ബാർഗെയിനിങ് കപ്പാസിറ്റി കുറയും. എന്തിനാ യൂണിയൻ? രാവിലെ പതാക ഉയർത്തലും തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും നടന്നു. ജില്ലാ പ്രസിഡന്റ് K സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M സതീഷ് സ്വാഗതം പറഞ്ഞു. FSCTU ജില്ലാ സെക്രട്ടറി C സിലീഷ്, KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി, KGOA ജില്ലാ സെക്രട്ടറി J പ്രശാന്ത് ബാബു, KPSCU സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK രാജു, KPSCEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് H സബിത ജാസ്മിൻ, KPSCU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K ബാബുരാജ് തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. വനിതാ കമ്മിറ്റി കൺവീനർ T സൗമ്യ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് പ്രതിനിധി സമ്മേളനവും പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചർച്ച, മറുപടി, പ്രമേയങ്ങൾ തുടർന്ന് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. കണ്ടത്തിൽ മുസ്തഫ ചാരിറ്റബിൾ ഫൗണ്ടേഷനും സൗദി ആലപ്പുഴ വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. കണ്ടത്തിൽ മുസ്തഫ ചാരിറ്റബിൾ ഫൗണ്ടേഷനും സൗദി ആലപ്പുഴ വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ലഹരി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കക്കാഴം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. 20 കൊല്ലങ്ങളിൽ നിന്ന് ജീവിക്കേണ്ടി വരിക, നിങ്ങൾ സ്വന്തമായി സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം. അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ഒരു കാലം വ്യത്യാസപ്പെടുമെന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ മുന്നിലെ ശാസ്ത്രത്തിന്റെ വളർച്ച അത്രയേറെ ശക്തിയിലാണ്, വേഗത്തിലാണ്. നമ്മൾ നിലച്ചിരിക്കാതെ മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളിലേക്ക് ലോകം കടന്നിരിക്കുന്നു.
മുൻപെല്ലാം മനുഷ്യൻ കായികമായി അധ്വാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യന്റെ അധ്വാനം യന്ത്രങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം മനുഷ്യൻ കായികമായി മനുഷ്യൻ ചെയ്യുന്ന അധ്വാനം യന്ത്രങ്ങൾ ചെയ്യുന്നതാണ്. നമ്മളെ ചുറ്റും കാണുന്ന ഉപകരണങ്ങൾ ധാരാളം കാണാം. ഇപ്പോൾ ലോറി എടുത്താൽ ഈ 3 സൈഡിൽ തുറക്കുന്ന ലോറി ഉപയോഗിക്കാം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഹാഫിൽ നൌഫൽ ഫൈസി അധ്യക്ഷനായി. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ്, തോട്ടപ്പള്ളി തീരദേശ പോലീസ് സ്റ്റേഷൻ SI KP വിനോദ്, AD അൽത്താഫ് സുബൈർ, മുഹമ്മദ് രാജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അനിത, പഞ്ചായത്ത് അംഗങ്ങളായ UM കബീർ, ലേഖമോൾ സനിൽ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശശികുമാരി, സ്കൂൾ പ്രധാന അധ്യാപിക ലത ജോൺ, സീനിയർ അസിസ്റ്റന്റ് V ജയ, SMC ചെയർമാൻ ഹുസൈൻ, അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് അട്ടീൽ എന്നിവർ സംസാരിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി M അബ്ദുൽ സലാം കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു. PKCയുടെ മക്കളായ ബിന്ദു, ഉഷ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് സ്മോൾ സ്കെയിൽ കയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ്സ് മാനുഫാക്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഷോറൂമും ഗോഡൌണും നിർമ്മിച്ചു നൽകി. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് സ്മോൾ സ്കെയിൽ കയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ്സ് മാനുഫാക്ചറേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഷോറൂമും ഗോഡൌണും നിർമ്മിച്ചു നൽകി. കേരള ഗവൺമെന്റിന്റെ കയർ വികസന വകുപ്പിന്റെ അടിസ്ഥാന സൗകര്യം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി PWD മുഖേനയാണ് ഷോറൂമും ഗോഡൌണും നിർമ്മിച്ചത്. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ R നാസർ ഷോറൂം ഉദ്ഘാടനവും കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ചെയർമാൻ G വേണുഗോപാൽ ഗോഡൌൺ ഉദ്ഘാടനവും നിർവഹിച്ചു. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്. വെളിച്ചെണ്ണ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അർദ്ധകാലത്തൊന്നും ഇല്ലാത്തതിൽ വെളിച്ചെണ്ണ വില കൂടി. വെളിച്ചെണ്ണ വില കൂടാതെ നാളികേരമില്ല. നാളികേരം തമിഴ്നാട്ടിലുണ്ടാക്കുന്ന നാളികേരത്തിൽ എണ്ണയില്ല, അതിനകത്ത് എണ്ണയില്ല. അവർ കാഞ്ചി നടത്തുന്നത് ആ തേങ്ങയ്ക്കകത്ത് എണ്ണയില്ല. എണ്ണ ഉണ്ടായിരുന്ന നമ്മുടെ തേങ്ങ, നമ്മുടെ ഇഷ്ടം പോലെ തേങ്ങ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ആരാ തേങ്ങ ഉത്പാദിപ്പിക്കുന്നത്? നമ്മുടെ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ്. ഈ നാളികേരത്തിൽ നമ്മൾ പുറകോട്ട് പോയതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പണ്ട് അങ്ങനെയല്ല. നമ്മുടെ എല്ലാ വീട്ടിലും നല്ല തെങ്ങുണ്ടായിരുന്നു, തെങ്ങിൽ നല്ല നാളികേരം ഉണ്ടായിരുന്നു. ആ നാളികേരം വിറ്റ് തേങ്ങ വിഷമാണ് വരുമായിരുന്നു. അതിൻ്റെ തൊണ്ട് നമ്മൾ നല്ലപോലെ കുളത്തിൽ മൂടി ചകിരിയാക്കി കയറാക്കി നമ്മൾ കൊടുത്തിരുന്നു. ഒരു കുടുംബത്തിൻ്റെ വരുമാനം. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷയായി. ഇതിനായി 72,20,000 രൂപയാണ് അനുവദിച്ചത്. അഡീഷണൽ കയർ ഡയറക്ടർ വിനോദ് പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ സംഘാംഗങ്ങളായ മുതിർന്ന ഉൽപ്പാദകരെയും മുതിർന്ന കയർ തൊഴിലാളികളെയും PICEA ചെയർമാൻ റോബി ഫ്രാൻസിസ് ആദരിച്ചു. ചെറുകിട കയർ ഫാക്ടറി അസോസിയേഷൻ പ്രസിഡന്റ് KR ഭഗീരഥൻ, കയർ കോർപ്പറേഷൻ MD പ്രദീപ് G പണിക്കർ, ACCDS ഇൻഡിപെൻഡന്റ് ഡയറക്ടർ M കുമാരസ്വാമി പിള്ള, ആലപ്പുഴ ജില്ലാ കയർ പ്രോജക്ട് ഓഫീസ് അഡീഷണൽ രജിസ്ട്രാർ ജോൺസൺ സാം, മുഹമ്മ കയർ ഇൻസ്പെക്ടർ വിമൽ രാജ്, CPIM മാരാരിക്കുളം ഏരിയ സെക്രട്ടറി P രഘുനാഥ്, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രാജീവ്, കേരള കയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറി CK സുരേന്ദ്രൻ, കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി D സനിൽകുമാർ, കയർ ഗുഡ്സ് അസോസിയേഷൻ സെക്രട്ടറി M അനിൽകുമാർ, CPM ഏരിയ കമ്മിറ്റി അംഗം J ജയലാൽ, ചേർത്തല സർക്കിൾ സഹകരണ യൂണിയൻ ബോർഡ് അംഗം T ഷാജി, കയർ കോർപ്പറേഷൻ ബോർഡ് അംഗം KD അനിൽകുമാർ, CPI മുഹമ്മ LC സെക്രട്ടറി K സലിമോൻ, അമ്പലപ്പുഴ സഹകരണ സർക്കിൾ യൂണിയൻ ബോർഡ് അംഗം TV രമേശൻ, അമ്പലപ്പുഴ താലൂക്ക് കയർ ക്ലസ്റ്റർ സൊസൈറ്റി സെക്രട്ടറി P ചിദംബരൻ എന്നിവർ സംസാരിച്ചു. സംഘം പ്രസിഡന്റ് PN സുധീർ സ്വാഗതവും സംഘം സെക്രട്ടറി AK രമ്യ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല തൈക്കാട്ടുശ്ശേരി തേവറവട്ടം കുമാരനാശാൻ മെമ്മോറിയൽ SNDP ശാഖായോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീനാരായണ പരമഹംസ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാവാർഷികം നടത്തി. വാർഷിക പൊതുസമ്മേളനം SNDP യോഗം പാണാവള്ളി മേഖലാ ചെയർമാൻ KL അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി കുമാരനാശൻ മെമ്മോറിയൽ SNDP ശാഖ നമ്പർ 3327 ഉടമസ്ഥതയിലുള്ള ശ്രീനാരായണ ഗുരുദേവ പരമഹംസ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നു. പ്രതിഷ്ഠാ വാർഷികത്തോട് അനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം SNDP യോഗം പാണാവള്ളി മേഖലാ ചെയർമാൻ KL അശോകൻ ഉദ്ഘാടനം ചെയ്തു. ആ ഗുരുദേവൻ ഇവിടെ മനുഷ്യനായി അവതരിച്ച് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇതുപോലെ കൂടാനും ഇതുപോലെ ഇഷ്ടവസ്ത്രം ധരിച്ച് ഇതുപോലൊരു മീറ്റിങ്ങിലൊക്കെ വന്നിരിക്കാനുള്ള അവസരമുണ്ടായത്. ഗുരുവിന്റെ കാലഘട്ടമായ ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളുടെ സ്ഥിതി ഇതായിരുന്നില്ല. അവർക്ക് വഴി നടക്കാനുള്ള അവകാശമില്ലായിരുന്നു. അതല്ലെങ്കിൽ വസ്ത്രം ധരിക്കാൻ അവകാശമില്ല, കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ അവകാശമില്ല, വിദ്യാഭ്യസിക്കാൻ അവകാശമില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക അല്ലെങ്കിൽ താൻ ജനിച്ച താൻ പിറന്ന സമുദായത്തിലെ സമൂഹം. SNDP 3327 ശാഖായോഗം പ്രസിഡന്റ് PM സരസൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ശാഖ അംഗങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരെ KL അശോകൻ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. തുടർന്ന് ക്ഷേത്ര മഹാത്മ്യത്തെ ആസ്പദമാക്കി
മതീഷ് ഗുരുകുലം രചിച്ച ഗുരുദേവ ഗാനങ്ങൾ ഉൾപ്പെടുന്ന CD പ്രകാശനം ഉണ്ടായിരുന്നു. ശാഖ അംഗങ്ങളുടെ മികച്ച വിജയം വരിച്ച വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി. യോഗത്തിൽ ശാഖായോഗം സെക്രട്ടറി S. രാജേഷ്, കമ്മിറ്റി അംഗം ബേബി ബാബു, SNDP പാണാവള്ളി മേഖലാ കൺവീനർ ബിജുദാസ്, വൈസ് പ്രസിഡന്റ് N. ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ പ്രസാദമൂട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം കലാപരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ടൈം ന്യൂസ്, തുറവൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചു. 3 പേർക്ക് പരിക്ക്. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് മകളുടെ ചികിത്സാർത്ഥമെത്തിയ അമ്മയ്ക്ക്. തലയോലപ്പറമ്പ് സ്വദേശി ഉമ്മൻകുന്ന് മേപ്പത്ത് കുന്നേൽ D. ബിന്ദുവാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ സംഭവം തോർത്തുപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുമ്പോൾ മാതാവ് ജെസി മകളുടെ കൈ പിന്നിൽ പിടിച്ചുകൊടുത്തുവെന്ന് പോലീസിന് മൊഴി നൽകി. KSRTC ബസ് വിവരങ്ങൾ അറിയാനുള്ള ചലോ ആപ്പിന്റെ ട്രയൽ റൺ വിജയകരം. ബസ് വിവരങ്ങൾ ഇനി ചലോ ആപ്പിൽ അറിയാം. ആലപ്പുഴ തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിലെ ഹാനികരമായ കാർഗോ നീക്കം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടെന്ന ഹർജിയിൽ നിലപാടറിയിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനോട് ഹൈക്കോടതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.